വയനാട് ജില്ലയിൽ എവിടെ മത്സരിക്കാൻ ഇറങ്ങിയാലും ആദ്യം ചർച്ച ചെയ്യപ്പെടുന്നത് വയനാട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യമാണ്. LDF അവരുടെ വികസന നേട്ടമായി ചൂണ്ടിക്കാണിക്കുമ്പോഴും UDFും BJPയും ഇതിൻ്റെ പോരായ്മകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഏതായാലും ജനങ്ങൾ എന്ത് പ്രതികരിക്കുന്നു എന്ന് നോക്കാം. ഹോസ്പിറ്റലിൽ വന്നത് രാവിലെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോയി അവിടെ. അപ്പൊ 1000 രൂപ അവര് പറയുന്നത്. ഞങ്ങൾ പൈസ കുറവായിരുന്നു, പിന്നെ ആശുപത്രി ഡോക്ടർ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ പോകാതെ ഇതുവരെ ആയിട്ട് ആൾ ഇറങ്ങിയിട്ടില്ല. ഒന്ന് പോയി നോക്കണം. ഗർഭിണി ഇല്ലെന്നാ തോന്നുന്നു. അപ്പൊ അവിടെ പോയി ചോദിച്ചപ്പോൾ 1000 രൂപ വേണമെന്നാ പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു അങ്ങോട്ടേക്ക്. പൈസ ഇല്ലാത്തതുകൊണ്ട് സ്കാൻ ചെയ്യുന്നില്ലെന്നാ? ആ പൈസ ഉണ്ട്, ഒന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയതാ. 1000 രൂപ ഉണ്ട്. അപ്പൊ 1000 രൂപ കൊടുത്താൽ നമുക്ക് വണ്ടിക്ക് പോകണ്ടേ? നമ്മൾ ദൂരം വനർന്ന് അപ്പുറന്നാ വരുന്നത്. അതാണ് സ്കാനിന് 1000 രൂപയാവും പറയുന്നത്. 1000 രൂപ പറഞ്ഞു അവിടെ ചോദിച്ചപ്പോ. തന്നെ അപ്പൊ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. അവര് പറഞ്ഞു വിട്ട. വികസനം എന്ന് പറഞ്ഞാൽ എന്നാ വികസനം? മെഡിക്കൽ കോളേജ് കിടക്കണ കണ്ടില്ലേ എങ്ങനെയാന്ന്? മെഡിക്കൽ കോളേജ് എന്താ സ്ഥിതി? ഇവിടുന്ന് ഒരു രോഗിനെ കണ്ട് എല്ലാം ഒരു ചെറിയ രോഗം കൊണ്ട് പോയാലും കോഴിക്കോടേക്ക് പറഞ്ഞു വിടുക. ഒരു പാലം റോഡും മാത്രം നല്ല വികസനം എന്നാണോ? ഒരു പാലം കൊണ്ടുവന്നുകൊണ്ടൊന്നും കാര്യമില്ല. ശരിക്കും വേണ്ടത് മെഡിക്കൽ കോളേജാ. നമുക്ക് മെഡിക്കൽ കോളേജ് ഇവിടെ ഉണ്ടെങ്കിലല്ലേ കൊണ്ടുപോയിരിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ശരി യഥാർത്ഥത്തില് വികസന മണ്ഡലത്തിൽ എത്തിയിട്ടില്ല. ഇല്ല അത് തീർച്ചയായിട്ടും എത്തിയിട്ടില്ല എന്നുള്ള തെളിവാണല്ലോ മെഡിക്കൽ കോളേജ്. കെട്ടിടം പണിത് വെച്ചോണ്ട് കാര്യമില്ല. അതില് ഡോക്ടർമാരെ നിയമിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ നിയമിക്കണ്ടേ? മെഡിക്കൽ കോളേജ് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ നാട് വികസിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രോഗികളെ കൊണ്ട് ഏത് രോഗിയെ കൊണ്ട് ഒരു മുറിവ് കൊണ്ട് എന്നാലും മെഡിക്കൽ കോളേജിലേക്ക് വിടല. കോഴിക്കോട് പോകണം. ഇവിടുന്ന് കോഴിക്കോട് പോകേണ്ട സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്താന്നുള്ളത്. അതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ വികസനം ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അത് വികസനം ഒന്നും പറയാൻ പറ്റില്ല. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മെഡിക്കൽ കോളേജ് പൂർത്തിയായിരുന്നെങ്കിൽ റെഡി, വികസനമായി. ഞാൻ രാവിലെ വന്നതാ. ഞാൻ രാവിലെ വീണതാ. എന്റെ കൈയിന്റെ ഇങ്ങനെ എല്ലിന് പ്രശ്നം. അപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോ പിന്നെ ഇത്രയും നേരം നിന്ന് ചീട്ട് കിട്ടുന്നില്ല. അപ്പൊ അത്യാവശ്യം പോയി കാണിച്ചപ്പോ അത്യാവശ്യം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ചീട്ട് വാങ്ങിയിട്ട് വരാൻ ഒരു കാർഡ് തന്ന് വന്ന് വാങ്ങി. കാണുന്ന ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് നീരുള്ളത് കൊണ്ട് എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തിട്ട് പിന്നെ നിങ്ങൾ എന്താ പറയുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തരാൻ അയാൾ പറഞ്ഞ് ഇത് പാസർ ഇടണം. പാസർ ഇടണമെങ്കിൽ എല്ലിന്റെ ഡോക്ടർ ഇല്ല, നാളെ നിങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് പുറത്തേക്ക് എഴുതി തന്ന ഈ സാധനത്തിന് ഇത് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. നമ്മളെല്ലാം പിന്നെ കൂലിപ്പണിയെടുക്കുന്ന ജനങ്ങളല്ലേ. ഇതിനും പെട്ടെന്ന് പുറത്തേക്ക് എഴുതിയാലും നമുക്ക് പോയി വാങ്ങാൻ കഴിയും. അങ്ങനെ ഇത് വാങ്ങിയിട്ടിട്ട് നാളെ വരാനാണ് പറയുന്നത്. നാളെ വന്ന് നോക്കിയാലും ചിലപ്പോൾ എല്ലിന്റെ ഡോക്ടർ ഉണ്ടാവില്ല. അങ്ങനെ അധിക ദിവസം ഇവിടെ വന്നാൽ എന്തിനു വന്നാലും ഇതിന്റെ മുമ്പ് കാല് പൊട്ടിയിട്ട് വന്നിട്ട് എങ്ങനെയാണ് ഉണ്ടായാലില്ല. മെഡിക്കൽ കോളേജിലായിട്ട് എല്ലിന്റെ ഡോക്ടർ പോലും ഇവിടെ ഇല്ല. ഉണ്ടാകുന്നില്ല അധിക ദിവസം ഉണ്ടാകുന്നില്ല. ഏതോ ദിവസം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എപ്പം വന്ന് നോക്കിയാലും ഇല്ല. ഇന്ന് തിങ്കളാഴ്ച ദിവസമല്ലേ, ഇന്നലെ ഉണ്ടാകേണ്ട ദിവസമല്ലേ. എപ്പോഴാ വന്നത്? രാവിലെ 8 മണിയായിട്ടില്ല. കുറേ നിന്ന് പിന്നെ എൻ്റെ പിന്നെ ഒരാൾ വരാനുണ്ട്. ഓരോ മൂക്ക് പല്ല് പറിക്കാന് അത് ഞാൻ എടുത്തിട്ടില്ല. ആള് വരാത്തത് ചികിത്സയുടെ ആവശ്യമായിട്ടല്ല, മറ്റൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു ഡെത്ത് കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ രോഗികളുടെ ഒരു വലിയ ക്യൂ കാണുന്നു. വളരെയധികം സൗകര്യം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. വയനാട്ടിൽ ഇപ്പോൾ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ നടക്കുന്ന ഈ സമയത്ത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ആരോഗ്യരംഗത്ത് വയനാട് അനുഭവിക്കുന്നതെന്ന് മനസ്സിലായി. കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഉയർത്തിയിട്ട് തന്നെ കുറച്ച് 1-2 ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് മേളിൽ. പക്ഷെ മറ്റ് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് തെലങ്കാന ഒരു ആംബുലൻസ് പോലും വന്ന് തിരിയാനുള്ള ഒരു സ്ഥലം ഫ്രണ്ടിലില്ല. വളരെ പരിമിതമായ ഭൗതിക സാഹചര്യമാണ് ഉള്ളത്. പിന്നെ ചികിത്സാ രീതി എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഒറ്റ നോട്ടത്തിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്.